അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് പറഞ്ഞു, 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് 3D ക്ലോസ് പാക്കിംഗ്, അതായത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ സോളിഡ് യഥാർത്ഥത്തിൽ 3 ഡയമെൻഷനിലാണ്, അപ്പോൾ അതിലേക്കാണ് ഇനി പോകുന്നത്, എങ്ങനെയാണ് 3Dയിലേക്ക് എത്തുന്നത്. സോ 3 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് 2 രീതിയിലുണ്ട്. ഒന്നാമത്തത് ഫ്രം ദി 2 ഡയമെൻഷണൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ്, ഓക്കെ, അല്ലെങ്കിൽ ഫ്രം ദി 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഫ്രം 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്, ഓക്കെ. എന്താ സംഭവം? 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. അതായത് ഫസ്റ്റ് ലെയറിന്റെ നേരെ മുകളിൽ രണ്ടാമത്തെ ലെയർ വെക്കുക, ഓക്കെ. സോ അപ്പോൾ എന്താണ്, പിന്നെ 3 ഡയമെൻഷനിലാകുമ്പോൾ നമ്മൾ മൂന്നാമത്തെ ഒരു ലെയർ കൂടി വെക്കണം. എക്സ് ആക്സിൽ ഒരു ലെയർ, വൈ ആക്സിൽ ഒരു ലെയർ, ഇസഡ് ആക്സിൽ ഒരു ലെയർ വെക്കണം, ഓക്കെ. അപ്പോൾ ഇൻ 3 ഡയമെൻഷണൽ close packing, 3 dimensional close packing is divided into 2. The first one is from 2D square close packing. 2D square close packing എന്ന് എങ്ങനെയാണ് 3D ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക, in this arrangement അല്ലെങ്കിൽ in this close packing ഈ പറയുന്ന ക്ലോസ് പാക്കിങ്ങിൽ the third layer is placed exactly above the second layer. മൂന്നാമത്തെ ലെയർ നമ്മൾ വെക്കുന്നുണ്ടല്ലോ, അത് നേരെ സെക്കൻഡ് ലെയറിന്റെ മുമ്പിൽ വെക്കുക, ഓക്കെ. റെഡി? ഇനി രണ്ടാമത്തെ ലെയർ എന്ത് ചെയ്യുക? ഫസ്റ്റ് ലെയറിന് മുമ്പിൽ വെക്കുക. ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 3 ഡയമെൻഷണൽ എന്താണ് 3D ഫ്രം 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്, ഓക്കെ. സോ ഇൻ ദിസ് ക്ലോസ് പാക്കിംഗ് ദ തേർഡ് ലെയർ, ദ സ്പിയർ ഇൻ ദ തേർഡ് ലെയർ അല്ലെങ്കിൽ ദ തേർഡ് ലെയർ is placed at exactly above the second layer, okay. Second layer അതായത് മൂന്നാമത്തെ ലെയർ രണ്ടാമത്തെ ലെയറിന്റെ നേരെ മുകളിൽ വെക്കുക. Then second layer is placed at the exact above the first layer. അതായത് ഫസ്റ്റ് ലെയർ എന്ന് വെച്ചാൽ എന്താ? സെക്കൻഡ് ലെയറിന്റെ നേരെ മുകളിൽ, തേർഡ് ലെയർ സെക്കൻഡ് ലെയറിന് നേരെ മുകളിൽ വെക്കുക, സെക്കൻഡ് ലെയർ ഫസ്റ്റ് ലെയറിന്റെ നേരെ മുകളിൽ വെക്കുക. അപ്പോൾ എല്ലാ ലെയറുകളും ഐഡന്റിക്കൽ ആയിരിക്കും, ഓക്കെ. സോ therefore all the layers have same configuration, okay. എല്ലാ ലെയറുകൾക്കും ഒരേ കോൺഫിഗറേഷൻ ആയിരിക്കും, ഒരേ അറേഞ്ച്മെന്റ് ആയിരിക്കും. all the layers have exactly same അല്ലെങ്കിൽ all the layers have same arrangement ആയതുകൊണ്ട് ഒരേ അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് ആദ്യത്തെ ലെയറിന് നമ്മൾ എ എന്ന് പറയുന്ന അറേഞ്ച്മെന്റ് കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ലെയറിനും എ എന്ന് പറഞ്ഞ അറേഞ്ച്മെന്റ് തന്നെ കൊടുക്കേണ്ടി വരും, മൂന്നാമത്തെ ലെയറിനും എ എന്ന് പറഞ്ഞ അറേഞ്ച്മെന്റ് തന്നെ ആവും വരിക. സോ അതുകൊണ്ട് ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് എ ടൈപ്പ് എന്ന് നമ്മൾ ഇതിനെ പറയും. ഇതിനെ വിളിക്കുന്ന പേരാണ് എ ടൈപ്പ് അറേഞ്ച്മെന്റ്, ഓക്കെ. എന്താ പറയാ? എ ടൈപ്പ്, okay. So in this arrangement in this close packing the third layer is placed exactly above the second layer and the second layer is placed exactly above the first layer. So therefore all the layers have same arrangement അല്ലെങ്കിൽ same configuration. So the type is a type arrangement എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. So 3 dimensional from 2 dimensional square close packing, 3 dimensional arrangement from 2 dimensional square close packing ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്, ഓക്കെ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് 3 dimensional arrangement from 3D from 2D hexagonal close packing, okay. 3D from 2D സ്ക്വയർ അല്ല, എന്താണ്? 2D hexagonal close packing. അതായത് 2 ഡയമെൻഷണൽ ഹെക്സഗണൽ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ 2 ഡയമെൻഷണൽ ഹെക്സഗണിൽ നിന്നും 3 ഡയമെൻഷണൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അത് 2 രീതിയിലാണുള്ളത്. ഒന്ന് by covering all the tetrahedral voids
ടെട്രാഹൈഡ്രൽ വോയിഡുകൾ കവർ ചെയ്യുന്ന രീതിയിലാണ് വരിക. ടെട്രാഹൈഡ്രൽ വോയിഡുകൾ കവർ ചെയ്യുന്ന രീതിയിലാണ്. അത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം എന്താണെന്നുള്ള കാര്യം ടെൻഷൻ അടിക്കേണ്ട. ബൈ കവറിങ് ഓൾ ദ ടെട്രാഹൈഡ്രൽ വോയിഡ്സ്. അപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇൻ ദിസ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഇൻ ദിസ് ക്ലോസ് പാക്കിംഗ്, ഇൻ ദിസ് ക്ലോസ് പാക്കിംഗ്, ഈ പറയുന്ന ക്ലോസ് പാക്കിങ്ങിൽ, ഇൻ ദിസ് ക്ലോസ് പാക്കിംഗ്, the particles of the third layer, the particles of the third layer, അതായത് മൂന്നാമത്തെ ലെയറിലുള്ള തേർഡ് ലെയർ, the particles of the third layer, തേർഡ് ലെയറിലുള്ള പാർട്ടിക്കിൾസ് ഈസ് പ്ലേസ്ഡ്, അത് എവിടെ വെക്കേണ്ടത്? ഈസ് പ്ലേസ്ഡ് above the tetrahedral voids, tetrahedral voids, അതായത് ടെട്രാഹൈഡ്രൽ വോയിഡിന്റെ മുകളിലാണ് തേർഡ് ലെയറിലെ പാർട്ടിക്കിൾസ് വെക്കേണ്ടത്. ഓക്കെ, തേർഡ് ലെയറിലെ പാർട്ടിക്കിൾസ് വെക്കേണ്ടത് എങ്ങനെയാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? നേരത്തെ 2 ഡയമെൻഷണൽ ഹെക്സകൾ. 2 ഡയമെൻഷണൽ ഹെക്സകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫസ്റ്റ് പാർട്ടിക്കിൾ, ഫസ്റ്റ് റോ, ആ ഫസ്റ്റ് റോന്റെ ഡിപ്രസ്ഡ് ഏരിയയിലാണ് സെക്കൻഡ് റോന്റെ പാർട്ടിക്കിൾസ് വെക്കേണ്ടത്. ഇതിനെയാണ് നമ്മൾ 2 ഡയമെൻഷണൽ എന്തെന്ന് പറയുന്നത്? 2 ഡയമെൻഷണൽ എന്താണ്? ഹെക്സഗണൽ. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുന്നതിനെയാണ് 2 ഡയമെൻഷണൽ ഹെക്സഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾസ് ഇല്ലാത്തൊരു ഏരിയ ഉണ്ട് അല്ലെ? നോക്കൂ, ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ? ഇവിടെ ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ? ഈ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് വോയിഡ്. എന്താണ് വിളിക്കുക? വോയിഡ്. ആ വോയിഡ് നോക്കൂ, അവിടെ ടെട്രാഹൈഡ്രൽ വോയിഡ് ആകുന്ന രീതിയിൽ ഈ വോയിഡിന്റെ മുകളിൽ എന്ത് ചെയ്യുക? അടുത്ത പാർട്ടിക്കിൾ. അപ്പോൾ അതായത് മൂന്നാമത്തെ ലെയർ ഇതിന്റെ മുകളിൽ വരുന്ന രീതിയിൽ വേണം വെക്കാൻ. ഓക്കെ, മൂന്നാമത്തെ ലെയർ ഇതിന്റെ ഈ ഗ്യാപ്പിന്റെ മുകളിൽ വരുന്ന രീതിയിൽ വേണം വെക്കാൻ. അങ്ങനെ വെക്കുമ്പോൾ കിട്ടുന്ന എന്താണ്? അറേഞ്ച്മെന്റ്, 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ആണ് 3 ഡയമെൻഷണൽ ഫ്രം 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ the first layer and the second layer of the alignment of the first layer and second layer is exactly different. Okay, ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ the first layer, the configuration of the first layer and second layer is different, but the configuration of the ഫസ്റ്റ് ലെയർ ആൻഡ് തേർഡ് ലെയർ ഇസ് സെയിം ആയിരിക്കും. ഓക്കെ, അതായത് ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറിന്റെയും അറേഞ്ച്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ ഫസ്റ്റ് ലെയറിന്റെയും തേർഡ് ലെയറിന്റെയും അറേഞ്ച്മെന്റ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദ തേർഡ് ലെയർ ഈസ് വെർട്ടിക്കലി അബവ് ദി ഫസ്റ്റ് ലെയർ ആയിരിക്കും. ഓക്കെ, ഇൻ ദിസ് അറേഞ്ച്മെന്റ് the third layer is vertically above the first layer. അതായത് തേർഡ് ലെയർ ഫസ്റ്റ് ലെയറിന് നേരെ വെർട്ടിക്കലി അബവ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ തേർഡ് ലെയറും ഫസ്റ്റ് ലെയറിനും എന്തായിരിക്കും? സെയിം കോൺഫിഗറേഷൻ ആയിരിക്കും. therefore first layer and third layer have same configuration or same arrangement. അപ്പോൾ ഫസ്റ്റ് ലെയറിനും തേർഡ് ലെയറിനും എന്തായിരിക്കും? സെയിം അറേഞ്ച്മെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെയറിന് എ എന്ന് കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ലെയർ എന്തായിരിക്കും? എക്സാക്ട്ലി ഡിഫറെന്റ് ആയിരിക്കും. സെക്കൻഡ് ലെയർ ബി ആയിരിക്കും, AB. മൂന്നാമത്തെ ലെയർ വീണ്ടും എന്തായിരിക്കും? എ ആയിരിക്കും. ഓക്കെ, നാലാമത്തെ ലെയർ വീണ്ടും എന്തായിരിക്കും? ബി ആയിരിക്കും. സോ therefore this is what is called AB type എന്നാണ് ഇതിനെ പറയുക. എന്താ പറയാ? AB type arrangement എന്നാണ് പറയുക. എന്താ പറയാ? AB type arrangement. Okay, so this is what is called 3 dimensional from 2 dimensional hexagonal close packing ലെ ഒന്നാമത്തേതായ by covering all the tetrahedral voids. Okay, by covering all the tetrahedral voids. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. തേർഡ് ലെയറിലെ പാർട്ടിക്കിൾ എന്താ ചെയ്യേണ്ടത്? is placed above the octahedral void. octahedral voidന്റെ മുകളിൽ വരുന്ന ടെട്രാഹൈഡ്രൽ വോയിഡിന്റെ മുകളിൽ വരുന്ന രീതിയിൽ കവർ ചെയ്യുക. അതിന്റെ പിക്ചറാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലെയർ ആൻഡ് തേർഡ് ലെയർ ആർ വെർട്ടിക്കലി എന്തായിരിക്കും? തേർഡ് ലെയർ ഈസ് വെർട്ടിക്കലി അബവ് ദ ഫസ്റ്റ് ലെയർ. ദാറ്റ് മീൻസ് ഫസ്റ്റ് ലെയർ ആൻഡ് തേർഡ് ലെയർ ഹാവ് സിമിലർ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സെയിം അറേഞ്ച്മെന്റ് ആൻഡ് സെക്കൻഡ് ലെയർ ഹാവ് ഡിഫറെന്റ് അറേഞ്ച്മെന്റ്. സോ ദിസ് ഇസ് AB ടൈപ്പ് അറേഞ്ച്മെന്റ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. AB ടൈപ്പ് അറേഞ്ച്മെന്റ് എന്നാണ് പറയുന്നത്. ഇനി ഇതിനകത്തൊരു ക്ലോസ് പാക്കിംഗ് കൂടി ഉണ്ട്, അതാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പോസ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ബൈ കവറിംഗ് ഓൾ ദി ടെട്രാഹൈഡ്രൽ വോയിഡ് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈ കവറിംഗ് ഓൾ ദി ഒക്ടാഹൈഡ്രൽ വോയിഡ്സ്. ശ്രദ്ധിക്കുക, ബൈ കവറിംഗ് ഓൾ ദ ടെട്രാഹൈഡ്രൽ വോയിഡ് മാറ്റിയിട്ട് ബൈ കവറിംഗ് ഓൾ ദി ഒക്ടാഹൈഡ്രൽ വോയിഡ്സ്. ഓക്കെ, ബൈ കവറിംഗ് ഓൾ ദി ഒക്ടാഹൈഡ്രൽ
voids, octahedral voids, by covering all the octahedral voids. Okay. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഇത് തന്നെയാണ് 3D ഫ്രം 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് ടെട്രാഹൈഡൽ വോയിഡിന്റെ മുകളിൽ പാർട്ടിക്കിൾ വെക്കാനാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ പറയുന്നത് ഒക്ടാഹൈഡൽ വോയിഡിന്റെ മുകളിൽ പാർട്ടിക്കിൾ വെക്കണം. അത്രേ ഉള്ളൂ. ശ്രദ്ധിക്കുക. ഇൻ ദിസ് അറേഞ്ച്മെന്റ്, ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഇൻ ദിസ് അറേഞ്ച്മെന്റ് ഈ അറേഞ്ച്മെന്റിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് the particles of the third layer is placed above the octahedral voids. octahedral voidന്റെ മുകളിൽ വേണം പാർട്ടിക്കിൾ വെക്കാൻ. octahedral voidന്റെ മുകളിൽ വേണം പാർട്ടിക്കിൾ വെക്കാൻ. ഓക്കെ. അപ്പോൾ octahedral voidന്റെ മുകളിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾ വെക്കുക എന്നുള്ളത് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചിട്ട് നോക്കിക്കോളൂ. അതായത് എന്താണ് നമ്മളെ ആദ്യത്തെ ഫസ്റ്റ് 1-dimensional ക്ലോസ് പാക്കിംഗ് എടുക്കുക. ആ 1-dimensional ക്ലോസ് പാക്കിങ്ങിന്റെ ഡിപ്രസ്ഡ് ഏരിയയിൽ അടുത്ത പാർട്ടിക്കിൾ വെക്കുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ ഒരു ഈ ഷേപ്പിലുള്ള ഒരു സ്പേസ് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ. ഇങ്ങനെ വരുന്ന ഈ പാർട്ടിക്കിൾ ഇല്ലാത്ത സ്പേസിനെ വിളിക്കുന്ന പേരാണ്, എംപ്റ്റി സ്പേസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, വോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ രണ്ട് തരത്തിലുള്ള വോയിഡാണ് ഉള്ളത്. ഒന്ന് ടെട്രാഹൈഡൽ വോയിഡും മറ്റൊന്ന് ഇപ്പോൾ ഇനി പറയാൻ പോകുന്ന ഒക്ടാഹൈഡൽ വോയിഡ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പാർട്ടിക്കിൾ വെച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കുക. ഇപ്പോൾ നമ്മൾ പാർട്ടിക്കിൾ വെച്ചിട്ടുള്ളത് 2 എണ്ണം മുകളിൽ 1 താഴെയല്ല വെച്ചിട്ടുള്ളത്. ഇനി അത് ഒക്ടാഹൈഡൽ ഷേപ്പിലുള്ള വോയിഡ് ആവണമെങ്കിൽ 2 എണ്ണം താഴെയും വെക്കുക, 1 മുകളിലും വെക്കുക. ഓക്കെ. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ കാണിച്ചു തരാം. 3-dimensional ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പിക്ചർ മനസ്സിലാവും. ഇവിടെ വരച്ച് കാണിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് വീഡിയോ ക്ലാസ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത് കഴിഞ്ഞ ശേഷം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ പിക്ചർ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് പിന്നെ ഇപ്പോൾ 2 എണ്ണം മുകളിലും വെച്ചിട്ടുണ്ട്, 1 താഴെയും വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 2 എണ്ണം താഴെയും 1 മുകളിലും വെക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ. അപ്പോൾ നോക്കിക്കോളൂ. ഈ ഒരു ഷേപ്പിലായിരിക്കും അതിൻ്റെ ഇത് വരിക. നോക്കിക്കോ. ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ രണ്ടാമത്തത് 2 എണ്ണം നമ്മൾ താഴെ വെച്ചിട്ടുണ്ട്. ഇനി 2 എണ്ണത്തിന്റെ ഡിപ്രസ്ഡ് ഏരിയയിൽ തട്ടുന്ന രീതിയിൽ മൂന്നാമത്തെ വെക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ കിട്ടുന്ന സ്പേസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതൊരു ഒക്ടാഹൈഡൽ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ കിട്ടുന്ന സ്പേസ് ഒരു ഒക്ടാഹൈഡൽ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ആ വോയിഡ് അറിയപ്പെടുന്ന പേരാണ് ഒക്ടാഹൈഡ്രൽ വോയിഡ്. ഓക്കെ. റെഡി. ഇങ്ങനെ ഈ സ്പേസിന്റെ മുകളിൽ എന്ത് ചെയ്യുക, അടുത്ത ലെയർ വെക്കുക. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് 3D ഫ്രം 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലെ ബൈ കവറിംഗ് ഓൾ ദി ഒക്ടാഹൈഡൽ വോയിഡ് എന്ന് പറയുന്ന അറേഞ്ച്മെന്റ്. ഓക്കെ. ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ലെയർ ആൻഡ് സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, ഓൾ ദ ലെയേഴ്സ് ഹാവ് ഡിഫറെന്റ് അറേഞ്ച്മെന്റ്. ഓക്കെ. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, third layer have different arrangement. Okay. ഈ പറയുന്ന ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലെയറുകൾക്കൊക്കെ എന്തായിരിക്കും, ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ആയിരിക്കും. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലെയേഴ്സ് ഹാവ് ഡിഫറെന്റ് അറേഞ്ച്മെന്റ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലെയറുകൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പക്ഷേ ഫോർത്ത് ലെയർ ഈസ് സിമിലർ ടു ഫസ്റ്റ് ലെയർ. 4ാമത്തെ ലെയർ ഫസ്റ്റ് ലെയറിന് സിമിലർ ആയിരിക്കും. എന്ന് വെച്ചാൽ 4ാമത്തെ ലെയറിന് എന്താണ് ആദ്യത്തെ ലെയറിന്റെ അതേ സ്വഭാവം തന്നെ വരും. 5ാമത്തെ ലെയറിന് 2ാമത്തെ ലെയറിന്റെ സ്വഭാവം വരും. 6ാമത്തെ ലെയറിന് 3ാമത്തെ ലെയറിന്റെ അതേ സ്വഭാവം വരും. ദാറ്റ് മീൻസ് ആദ്യത്തെ ലെയറിന് എ കൊടുക്കുകയാണെങ്കിൽ 2ാമത്തെ ലെയർ ബി ആയിരിക്കും, വേറെ അറേഞ്ച്മെന്റ് ആയിരിക്കും. 3ാമത്തെ ലെയർ സി ആയിരിക്കും. 4ാമത്തെ ലെയർ വീണ്ടും എ ആയിരിക്കും. 5ാമത്തെ ലെയർ വീണ്ടും ബി ആയിരിക്കും. 6ാമത്തെ ലെയർ വീണ്ടും സി ആയിരിക്കും. സോ ദെയർഫോർ ദിസ് ഈസ് കോൾഡ് എ ബി സി ടൈപ്പ്. ഓക്കെ. ഇതിനെ വിളിക്കുന്ന പേരാണ് എ ബി സി ടൈപ്പ് അറേഞ്ച്മെന്റ് എന്നാണ് വിളിക്കുക.
സോ അപ്പോൾ അത്രയുമാണ് ക്ലോസ് പാക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇങ്ങനെയാണ് പാർട്ടിക്കിളുകളെ അറേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എം ടി സ്പേസിനെ വിളിക്കുന്ന പേരാണ് വോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള വോയിഡ് ഉണ്ട്. ഒന്ന് ടെട്രാഹൈഡൽ വോയിഡ് ഉണ്ട്, മറ്റൊന്ന് ഒക്ടാഹൈഡൽ വോയിഡ് ഉണ്ട്. റെഡിയാണല്ലോ? നമുക്ക് ഇനി അടുത്തായിട്ട് ചെറുതായിട്ട് പഠിക്കാനുള്ളത് വോയിഡുകളെ കുറിച്ചാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. ഓക്കെ.